Hello my students. From the previous class, we discussed about binomial nomenclature of different organisms like cat, human beings, etc. അതുപോലെ പ്ലാന്റ്സിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു കോക്കനറ്റ് ട്രീഡ് ചെയ്തും മാംഗോ ട്രീഡ് ചെയ്തും അല്ലേ. എന്തായിരുന്നു മാംഗോ ട്രീഡ് സയൻറ്റിഫിക് നെയിം? യെസ്, മാഞ്ചിഫറ ഇൻഡിക്ക. ആൻഡ് കോക്കനറ്റ് ട്രീഡ് ആയിരുന്നു കോക്കോസ് ന്യൂസിഫറ. കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ആയിരുന്നു ഫെലിസ് ഡൊമസ്റ്റിക്ക. ആൻഡ് ഹ്യൂമൻസിൻ്റെത് ഹോമോസാപ്പിയൻസ്. ആൻഡ് അതെങ്ങനെയാണ് എഴുതേണ്ടത് ആ സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു. The next topic is towards more precision. According to the two kingdom classification that was prevalent earlier, organisms were classified under two large categories, namely kingdom Plantae, which means plants, and kingdom Animaliae, which means animal. So നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻസിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ആ ടു കിങ്ഡത്തിൽ വരുന്നതായിരുന്നു കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമലിയേ. സോ കിങ്ഡം പ്ലാന്റേ വിച്ച് മീൻസ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. കിങ്ഡം അനിമേലിയ എന്ന് വെച്ചാൽ ആരാണ്? ഇറ്റ്സ് ഓഫ് കോഴ്സ് അനിമൽസ് ആർ ഇൻക്ലൂഡഡ്. ഇങ്ങനെയായിരുന്നു ആദ്യം തരം തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കിങ്ഡം അനിമേലിയ ആൻഡ് കിങ്ഡം പ്ലാന്റേ. In the light of the knowledge gained related the diversity of species. സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റിക്ക് നമുക്ക് ഓരോരോ അറിവ് കിട്ടുന്നതിനനുസരിച്ച് ഒരു അമേരിക്കൻ ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് എച്ച് വിറ്റാക്കർ classified organisms into 5 kingdoms. So ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത് കോൾ ലിനേയസിൻ്റെ പ്രപ്പോസ്ഡ് ബൈ ആയിരുന്നു കോൾ ലിനേയസ്. ദെൻ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ബൊട്ടാണിസ്റ്റാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് 5 കിങ്ഡത്തിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ് കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം Animalia. So the 5 kingdom classifications was proposed by Robert H. Whittaker and include the kingdoms are kingdom Monera, Protista, Fungi, Plantae and Animaliae. Okay, and the first one is the kingdom Monera, and some organisms include in the kingdom. കിങ്ഡം മൊണേറയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഓർഗാനിസംസ് ആണ് ബാക്ടീരിയാസ്. ആൻഡ് അവയുടെ ഫീച്ചേഴ്സ് ഓർ പെക്യുലാരിറ്റീസ് എന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് ദേഴ്സ് ഹാവ് വിത്തൗട്ട് ന്യൂക്ലിയസ്. ബാക്ടീരിയാസ് ആണ് കിങ്ഡം മൊണേറയിൽ വരുന്നത്. അവർക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ലാത്ത യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസംസ് ആണ് അമീബ. ആൻഡ് ദ ഫീച്ചേഴ്സ് ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ്. ഇവർക്ക് വിത്ത് എ ന്യൂക്ലിയസ് ആണ്, ഇവർക്ക് വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ്. ബട്ട് ദേഴ്സ് ടു ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഫഞ്ചൈ, ദാറ്റ് മീൻസ് കുമിളകളല്ലേ. അതിൽ വരുന്നതിന് എക്സാമ്പിൾസ് ആണ് മഷ്റൂംസ്. ആൻഡ് ദ ഫീച്ചേഴ്സ് ഈസ് നോൺ മോട്ടൈൽ ആയിരിക്കും, ഹെറ്ററോട്രോഫിക് യൂണിസെല്ലുലാർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. So the peculiarities of the mushrooms are non-motile, heterotrophic unicellular or multicellular organisms that included in the kingdom fungi. And the next one is the kingdom Plantae, which means അതിൽ include ചെയ്യപ്പെടുന്ന organism ആണ് plants.
പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവർ ഓട്ടോട്രോഫിക് ആയിരിക്കും, മൾട്ടി സെല്ലുലാർ and non-motile organisms. And the last one, animalia, which means the organism included are animals ആയിരിക്കും അല്ലേ. And the peculiarities are heterotrophic multicellular organisms that have the capacity of locomotion. അവർക്ക് എന്തുണ്ട്, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇത്രയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്. ദെൻ അതിൻ്റെ പെക്യുലാരിറ്റീസ്, അതിലേതൊക്കെ ഓർഗാനിസമാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ, അതെന്തായാലും പഠിച്ചു വെക്കണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. ഇൻ ദി പാസ്റ്റ്, knowledge of the peculiarities of microorganisms like bacteria was limited. ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു നമ്മൾ പാസ്റ്റിൽ. ബട്ട് ഇൻ ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ആർക്കി ബാക്ടീരിയ ബിലോങ് ടു ദ കിങ്ഡം മൊണേറ ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ ഇൻ സെൽ സ്ട്രക്ചർ ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. പിന്നീടാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്, കിങ്ഡം മൊണേറയിൽ ഉൾപ്പെടുന്ന ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് 2 ടൈപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്. ദെൻ അത് ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചറിൽ നിന്നും ഫിസിയോളജിക്കൽ ഫങ്ഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. Then the kingdom Monera was further divided into 2 kingdoms, namely Archaea and Bacteria. സോ നമ്മൾ ഇതുവരെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. ഇനി 6 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഓക്കെ, അതായത് മൊണീറയെ ഡിവൈഡ് ചെയ്തിട്ട് 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ബാക്ടീരിയാസ് സെൽ സ്ട്രക്ചറിൽ നിന്ന് ഫിസിയോളജിക്കൽ ഫങ്ഷനിൽ നിന്നും ഡിഫറൻസ് കാണിക്കുന്നത് കൊണ്ട്. ഓക്കെ, സോ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നോക്കൂ. കിങ്ഡം മൊണീറയെ, അതായത് ഇപ്പോൾ വരുന്നത് അനിമേലിയ, പ്ലാന്റേ, ഫഞ്ചി, പ്രോട്ടിസ്റ്റ ആൻഡ് മൊണീറ. ഇങ്ങനെയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് അല്ലേ. ഈ മൊണീറയെ എന്ത് ചെയ്തിട്ടുണ്ട്, കിങ്ഡം മൊണീറയെ വാസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 കിങ്ഡംസ്, നെയിംലി കിങ്ഡം ആർക്കെ ആൻഡ് കിങ്ഡം ബാക്ടീരിയ. ഓക്കെ, സോ മൊണീറ എന്ന് പറയുന്ന ഈ ഒരു കിങ്ഡത്തെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തപ്പോൾ. ദാറ്റ് ഈസ് കിങ്ഡം ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കെ. ഓക്കെ, beside this, one more level of classifications named domain was added above the kingdom. So കിങ്ഡത്തിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലാസിഫിക്കേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡൊമൈൻ. അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് കിങ്ഡം ആയിരുന്നു ടോപ്പ് മോസ്റ്റ്. ഈ കിങ്ഡത്തിൻ്റെ മുകളിൽ ഒരാളെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡൊമൈൻ. സോ ദിസ് ഈസ് ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ബൈ Carl Woese, who's proposed this 6 kingdom classification. ഇതെങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനായി വന്നത്, ഇതിലെല്ലാം നോക്കേണ്ടത്. ഓക്കെ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് അവിടെ ഇല്ലുസ്ട്രേഷൻ 9.4 കണ്ടോ. അതിൽ കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ഫഞ്ചേ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇത് 4 types of kingdoms ആയി വന്നിട്ടുണ്ട്. And the 5th one is the kingdom bacteria and the 6th one is the kingdom archaea. So this is the 6 kingdom classifications proposed by Carl Woese. Carl Woese എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആണ് 6 kingdom classification പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ദ കിങ്ഡംസ് ആർ ദർ. ഓക്കെ, ആൻഡ് ഇവിടെ 3 questions കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. And the next one, find out the various levels of classifications of human beings based on the 6 kingdom classifications and complete the table suitably. 6 kingdom classification ബേസ് ചെയ്തിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ ബീങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്പീഷീസ് വരുന്നുണ്ട്, ദെൻ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ദെൻ ലാസ്റ്റ് വരുന്നത് ആരായിരുന്നു? ഡൊമൈൻ അല്ലേ. ഇത്രയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഹ്യൂമൻസിൻ്റെ. ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. എന്തായിരുന്നു ഹ്യൂമൻ്റെ സയൻറ്റിഫിക് നെയിം? ഫസ്റ്റ് ജീനസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ട്. സോ ഹോമോ സാപ്പിയൻസ്, ഇതറിയാലോ. ആൻഡ് ദ ഫാമിലിയുടെ നെയിമാണ് ഹോമിനിഡേ. ഹോമിനിഡേ എന്ന് പറയുന്ന ഫാമിലിയിലാണ് നമ്മൾ. ദെൻ ഓർഡർ വരുമ്പോൾ പ്രൈമാറ്റ്സ്, ക്ലാസ് വരുമ്പോൾ മമ്മേലിയ, ദെൻ ഫൈലം കോഡേറ്റ, കിങ്ഡം അനിമേലിയ, ദെൻ ഡൊമൈൻ ഈസ് ദ യൂക്കാരിയ. ഓക്കെ, സോ ഇത്രയാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. സ്പീഷീസ് ഈ സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡേ, ഓർഡർ പ്രൈമാറ്റ്സ്, ക്ലാസ് മമേലിയ, ഫൈലം കോഡാറ്റ, കിങ്ഡം അനിമേലിയ, ഡൊമൈൻ യൂക്കാരിയ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ നോട്ടിലോട്ട് എഴുതിയെടുക്കണം. And the next topic is read the newspaper report. Ebola causing death. Ebola casting death. New Delhi. The world under the threat of Ebola. According to WHO reports, a total of 9208 have died of Ebola. The illness is caused by Ebola virus. So നമ്മുടെ ഇപ്പോഴത്തെ നവഡേയ്സ് ട്രെൻഡിങ്ങിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വൈറസാണ് കൊറോണ വൈറസ്. അതുപോലെ നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്നൊരു വൈറസ് ആയിരുന്നു എബോള വൈറസ്. ദെൻ അതിൽ മരണപ്പെട്ടവരുടെ റിപ്പോർട്ട്സൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് വൈ ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഡിസീസ് ലൈക്ക് എബോള? ഈ എബോള പോലെയുള്ള അല്ലെങ്കിൽ കൊറോണ പോലെയുള്ള ഡിസീസുകൾ എന്തുകൊണ്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇത്ര ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്? സോ ഇത് ആരാണ് ഇതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത്? എബോള ആയിക്കോട്ടെ കൊറോണ ആയിക്കോട്ടെ, ഇറ്റ്സ് ദ കോസേറ്റീവ് ഏജൻറ്റ് ഈസ് ദി വൈറസ്, which is the dreadful microorganism. നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നതാണ് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, പ്രോട്ടോസോവ എക്സെട്ര. അതിൽ വരുന്ന വൈറസ് എന്ന് പറയുന്ന വളരെയധികം സ്ട്രേഞ്ച് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് വൈറസ്. വൈറസാണ് എബോള പോലെയുള്ള രോഗം വരുത്തുന്നത്. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. വൈറസ് എന്താണ് നമ്മളോട് പറയുന്നത് നോക്കാം. സെല്ലുലാറാണ് ആര്? വൈറസ് എന്ന് പറയുന്നത്. അവർക്ക് സെല്ലില്ല. ആൻഡ് ഒരൊറ്റ പ്രോട്ടീൻ കോട്ടുള്ളൂ. ആൻഡ് ദി ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് ഡ്രെഡഡ് ഡിസീസിൻ്റെ മെയിൻ പാത്തോജൻ ആയിട്ടുള്ള കോസേറ്റീവ് ഓർഗൻസ്, അതായത് എബോള, കൊറോണ എന്ന് പറയുന്ന ഡിസീസസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസമാണ് വൈറസ്. ആൻഡ് എന്നെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഡേ ബൈ ഡേ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഐ കാൺട്ട് ബി ഡിസ്ട്രോയിഡ് ഈസിലി. I can only live inside a live cell. സോ അത് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലൈവ് സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അത് ജീവിക്കുന്നത്. ആൻഡ് ഒരു സെല്ലിൻ്റെ പുറത്ത് അത് ഇനാക്റ്റീവ് ആയിരിക്കും, വിച്ച് മീൻസ് ഐ ആം ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ദി സെൽ. വെൻ ഐ എൻറ്റർ ദി ഹോസ്റ്റ് സെൽ, ഞാനൊരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ I multiply using the materials there. So അവിടെയുള്ള ജനറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഹൂസ് മൾട്ടിപ്ലൈഡ്? യെസ്, വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. I multiply rapidly and destroy that cell. സോ ഇവർ റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെയുള്ള സെൽസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ദെൻ ഐ എൻറ്റർ ദി ന്യൂ സെൽസ്. ആ സെല്ലിനെ ഫുള്ളും ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു സെല്ലിലോട്ട് കടന്നിട്ട് അവിടെയും ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ അവർ വേൾഡ് ഈസ് എ വേൾഡ് ഓഫ് ഫുൾ മിസ്റ്ററീസാണ്. ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള ലോകമാണെന്ന് പറയുന്നത്. സോ ദ ഇൻഡിക്കേറ്റേഴ്സ് ആർ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് വൈറസ്? ക്യാൻ വൈറസ് ബി ഇൻക്ലൂഡഡ് ഇൻ എനി ഓഫ് ദ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ? വൈ?
ഏതെങ്കിലും നമ്മൾ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തതിൽ ഏതിലെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ കാരണം എന്ത് എന്നുള്ളതൊന്ന് കണ്ടെത്തിയിട്ട് എഴുതുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോ അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ക്യാൻ ബി പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. ഒരു ക്ലാസിഫിക്കേഷനും കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടില്ല. ദ അറ്റംപ്റ്റ് സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പോഴും എന്ത് ചെയ്യണം, ഓരോന്നിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എക്സാമ്പിളാണ് അവിടെ നമുക്ക് ന്യൂസ് പേപ്പർ കാണാൻ പറ്റുന്നുണ്ട്. ന്യൂ വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ്. സോ ഇപ്പോൾ നടന്നിട്ടുള്ള സ്റ്റഡിയിൽ പറയുന്നതാണ് വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നും പുതിയ വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. And the question is, how do we ensure that the organisms mentioned in such reports have never been identified? അതായത് ഇതുവരെ കണ്ടെത്തപ്പെടാത്തവയാണെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുന്നത്? സോ ഇത് നമ്മൾ പണ്ട് കണ്ടെത്തിയതാണെങ്കിലോ അല്ലെങ്കിൽ ഇത് പുതിയത് കണ്ടെത്തിയതാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇത് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്? ഒബ്സർവേഷൻ ഓഫ് പെക്യുലാരിറ്റീസ്. സോ അതിൻ്റെ സവിശേഷതകളൊക്കെ ഒബ്സർവ് ചെയ്യണം. ദെൻ വെരിഫിക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണം. ടാക്സോണമിക് കീസിൻ്റെ യൂസസ് നോക്കണം. അതിനെങ്ങനെ സയൻറ്റിഫിക് നെയിംസ് നോക്കണം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ നോക്കണം. ഇതൊക്കെ നോക്കിയാലേ ഉള്ളൂ നമുക്കതിനെക്കുറിച്ച് അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻസ് അതിൻ്റെ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ എന്താണ്, എന്തിൻ്റെ ബേസിലൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡൈക്കോട്ടമി സ്കീനെ കുറിച്ച് പറഞ്ഞു, ടാക്സോണമി എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റിനെ പരിചയപ്പെട്ടു, ടാക്സോണമിക്കൽ ഹയറാർക്കിക്കൽ പറഞ്ഞു, ദെൻ ഓരോന്നിൽ വരുന്നതിൻ്റെ ഓരോ പെക്യുലർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡൈവേഴ്സിറ്റി നെയിംസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മെയിനായിട്ട് 2 കിങ്ഡം, 5 കിങ്ഡം ആൻഡ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടും അതാരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തതും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടത്. ലാസ്റ്റായിട്ട് വൈറസിനെ കുറിച്ചും ജസ്റ്റ് ഒരു ഡീറ്റെയിലിന് വേണ്ടിയിട്ട് പറഞ്ഞു. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. ആൻഡ് ദ വർക്കുകൾ ഇവിടെ പറയുന്നത്, ഫസ്റ്റ് വർക്ക് ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അവിടെ വേർഡ് പെയർ റിലേഷൻ കണ്ടെത്തിയിട്ട് ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യണം. Then the second one, hints about some organisms are given below. Name the kingdom to which those organisms belong. സോ അവിടെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ഓർഗാനിസം ആണ് എന്നുള്ളത് കണ്ടെത്താനാണ്. ആൻഡ് ദ തേർഡ് വൺ, റൈറ്റ് ഫ്രം ദ ടേബിൾ ഇൻ ദി നെയിം ഓഫ് ദി ഓർഗാനിസം വിച്ച് ഹാസ് മോർ റിസംബ്ലൻസ് വിത്ത് ടൈഗർ. ടൈഗറിനുമായിട്ട് മോർ റിസംബ്ലൻസ് നെയിം ഏതാണ് എന്ന് എഴുതുക. ദെൻ അതിൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയും എഴുതുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള വർക്ക്. ഈ ക്ലാസ്സിലോ തന്നിട്ടുള്ള വർക്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.